ഞാനൊരു ആരാധന ചാപ്പലിൽ ഇരിക്കുന്ന സമയത്തായിരുന്നു അച്ഛൻ എന്നെ വിളിക്കുന്നത്. ഇങ്ങനെ മിസ് കോൾസ് വരാം. പൊതുവെ ഞാൻ കോൾ എടുക്കാറില്ല ആരാധന ചാപ്പലിൽ ഇരിക്കും. പക്ഷെ ഇങ്ങനെ കണ്ടിന്യൂസ് വന്നപ്പോൾ ഞാൻ എന്ത് പറ്റിയെന്ന് ചോദിച്ചു പുറത്തിറങ്ങി ചോദിച്ചപ്പോഴാണ് ചേട്ടാ എല്ലാം തീർന്നു. അപ്പൊ ഞാൻ എന്താ കാര്യം ചോദിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയാണ് ആള് പറയുന്നത്, ആൾക്ക് ക്യാൻസർ ആണെന്നാണ് പറയുന്നത്. ചേട്ടാ ശരിയാവില്ല, ഞാൻ ഉണ്ടാവില്ല, അറിയില്ല, ഈശോയ്ക്ക് എന്നെ പറ്റി വേറെ പദ്ധതിയായിരിക്കും, ചേട്ടൻ വേറെ ആളെ നോക്കണം എന്നൊക്കെ എന്നോട് പറഞ്ഞ നിമിഷങ്ങൾ ഞാനിപ്പോൾ ഓർക്കുവാണ്. അപ്പൊ അന്ന് എനിക്ക് ഓർമ്മയുണ്ട് ആദ്യമായിട്ട് അച്ഛൻ എന്നോട് വിവാഹ ജീവിതത്തിലോട്ട് ഞാൻ ക്ഷണിക്കുമ്പോൾ അച്ഛനോട് ഞാൻ പറഞ്ഞ കാര്യങ്ങളുണ്ട്. അച്ഛൻ നമുക്കറിയില്ല ഈശോ എത്ര കാലം നമ്മളെ ഒരുമിച്ച് നിർത്തും എന്ന്. പക്ഷെ എങ്കിൽ പോലും നമുക്കുള്ള കാലം, ഈശോ അനുവദിക്കുന്ന കാലം നമുക്ക് ഈശോ അത്ര മഹത്വപ്പെടുത്തി ജീവിക്കാം. കല്യാണം കഴിച്ച് ഒരു ദിവസമെങ്കിലാണ് പോലും ഈശോയ്ക്ക് അത് അത്രയും സ്തുതികൾ ആലപിച്ചുകൊണ്ട് നമുക്ക് ജീവിക്കണം എന്നൊക്കെ പറഞ്ഞേക്കാം. അപ്പൊ ഞാൻ ഇതൊക്കെ അച്ഛനോട് പറയണ്ട, അച്ഛൻ എനിക്ക് ഓർമ്മയില്ല നമ്മൾ അന്ന് പറഞ്ഞത്. എന്നിട്ട് ഇപ്പൊ അസുഖം വന്നപ്പോ ഇങ്ങനെയാണോ പറയുന്നത്, ഞാൻ വേറെ കെട്ടണം എന്നാണോ പറയുന്നത് എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ അന്നൊക്കെ നമ്മൾ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല, നമുക്ക് ജസ്റ്റ് ആ റിസൾട്ട് അറിഞ്ഞ ദിവസമാണ്. അപ്പോൾ കേട്ടിരുന്നു. അത് കഴിഞ്ഞ് 2 ദിവസം കഴിയുമ്പോൾ തന്നെ ആള് തിരിച്ചു വിളിക്കും. ചേട്ടാ പ്രാർത്ഥിക്കാം എന്നും പറഞ്ഞ് കറക്റ്റ് പ്രാർത്ഥനയുടെ ദിവസമാവും സമയമാവും ആള് വിളിക്കും, പ്രാർത്ഥിക്കാം എന്ന് പറയും. പിന്നെ അങ്ങോട്ട് ഒരുമിച്ച് ഒരിക്കൽ പോലും മരണത്തെ പറ്റി സംസാരിക്കാനായിട്ട് അനുവദിച്ചിട്ടില്ല. കാരണം അത്രയും പ്രതീക്ഷയോടാണ്. നമുക്ക് ലാസറിനെ ഉറപ്പിച്ച കർത്താവാണ് നമ്മുടെ ഒപ്പം ഉള്ളത്. അപ്പോ ക്യാൻസർ അത്രയും ഭീകരത സൃഷ്ടിച്ച സമയമാണെങ്കിൽ പോലും ഡോക്ടേഴ്സ് ആണെങ്കിലും എന്നോട് പറഞ്ഞിരുന്നു അച്ഛനെ ഇനി 2 കൊല്ലം അല്ലെങ്കിൽ 3 കൊല്ലം ഉണ്ടാവുള്ളൂ, അപ്പൊ നിനക്ക് വേണമെങ്കിൽ നീ വേറെ ആളെ നോക്ക് എന്ന് എന്നോടാണ് ഡോക്ടേഴ്സ് പറഞ്ഞത്. അതായത് ഇവരുടെ വീട്ടിൽ തന്നെ അറിയിക്കുന്നതിന് മുൻപ് തന്നെ ഡോക്ടേഴ്സ് എന്നെ പേഴ്സണലി വിളിച്ച് അറിയിച്ചായിരുന്നു. അപ്പോഴാണ് ഞാൻ ഡോക്ടറോട് പറഞ്ഞ സംഭവമുണ്ട്, ഡോക്ടറിന് ചെയ്യാവുന്നൊക്കെ ഡോക്ടർ ചെയ്തു, ശരി ഞങ്ങൾ പ്രാർത്ഥിച്ചോളാം, കുഴപ്പമില്ല. അങ്ങനെയാണ് അവള് റേഡിയേഷനിലോട്ടും അവസാനത്തെ ഒരു 2 കൊല്ലം നീങ്ങുന്നത്. അപ്പൊ എപ്പോഴും പ്രാർത്ഥനയിൽ ഒരിക്കൽ പോലും മരണത്തെപ്പറ്റി ചിന്തിക്കാതെ പ്രത്യാശയോടെ തന്നെ അവസാനം വരെ ഈശോനെ സഹായിച്ച ഒരു വേളയുണ്ട്, ഞാനിപ്പോഴും ഓർക്കുവാണ്. അച്ഛനെ മരിച്ചു എന്ന് അറിഞ്ഞപ്പോ പോലാണേലും പെട്ടെന്ന് എല്ലാം തന്നെ ഇടിഞ്ഞ ഒരു അവസ്ഥയായിരുന്നു. പക്ഷെ എങ്കിൽ പോലും ഞാൻ അച്ഛനേക്ക് പറഞ്ഞു കൊടുത്തൊരു വിശ്വാസം ഉണ്ടായിരുന്നു. അതായത് ലാസറിനെ ഉറപ്പിച്ച കർത്താവാണ് നമുക്ക് അച്ഛന, നീ പേടിക്കണ്ട, ഞാൻ പ്രാർത്ഥിക്കും. അങ്ങനെ അച്ഛനയുടെ ബോഡി കോഫിൻ അടയ്ക്കുന്ന ശവപ്പെട്ടി അടയ്ക്കുന്ന നിമിഷം വരെയാണെങ്കിൽ പോലും എനിക്ക് കരയാതെ പിടിച്ചിക്കാൻ പറ്റിയിട്ടുണ്ട്. ഞാൻ ആ നിമിഷം വരെ ഞാൻ ഇങ്ങനെ ഈശോ ഇങ്ങനെ അടുത്തന്നെ നിന്ന് ഈശോയെ ഒട്ടും വൈകിട്ടില്ല, നിനക്ക് ഇപ്പോഴാണേലും അജിനെ തിരിച്ചു കൊണ്ടുവരാം, ആ ഒരു രീതിയിലായിരുന്നു എൻ്റെ വിശ്വാസവും. ആ വിശ്വാസം തന്നെ അജിനയ്ക്കും പകർന്നു കൊടുത്തിരുന്നത്. അപ്പോൾ എങ്കിൽ പോലും ഞാൻ പറയുകയാണെങ്കിൽ ആ ഒരു ദിവസം അല്പം വിഷമം ഉണ്ടായാൽ പോലും തിരിച്ച് ഞാൻ വീട്ടിലോട്ടുള്ള എൻ്റെ യാത്രയിൽ ഈശോ പെട്ടെന്ന് തന്നെ ഓർമ്മിപ്പിക്കുക, എടാ നീ ഇന്ന് വിശുദ്ധ കുർബാന സ്വീകരിച്ചിട്ടില്ല. അപ്പോൾ പോണ വഴി തൃശ്ശൂരാണ് വീട്, എറണാകുളത്ത് നിന്ന് പോണ വഴിക്കാണെങ്കിൽ പോലും അന്നാണേലും എനിക്ക് അത്ര അതിശയം തോന്നുക. ഞാൻ ശരിക്കും ഈശോയോട് ദേഷ്യപ്പെടേണ്ട ദിവസമാണ്, അല്ലെങ്കിൽ ഈശോയെ നിനക്ക് കരുണയില്ല, നിനക്ക് സ്നേഹമില്ല എന്ന് പറയേണ്ട ദിവസമാണ്. പക്ഷെ എങ്കിൽ പോലും അന്നാണേലും ഈശോയുടെ ആ ഒരു സ്നേഹം അനുഭവിക്കാനായിട്ട് പരിശുദ്ധ കുർബാനയിലോട്ട് വിളിക്കുക. ജീവിതത്തിൽ ഇത്രമേൽ കരഞ്ഞ അല്ലെങ്കിൽ ഇത്രമേൽ അർത്ഥം ഉൾക്കൊണ്ട് ഞാൻ കൂടിയൊരു പരിശുദ്ധ കുർബാനയില്ല.